നമ്മളൊരു പ്രത്യേക വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലൈൻ ഓഫ് റീസണിങ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. അവിടെ എത്രത്തോളം സയൻറ്റിഫിക് ആണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്, അത് തമ്മിലുള്ള ബന്ധങ്ങൾ ലോജിക്കലായിട്ടാണോ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങളുടെ ആ പ്രത്യേക പ്രശ്നത്തെ പരിഗണിക്കുമ്പോഴാണ് നമുക്കതിനകത്ത് സയൻറ്റിഫിക് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുക. ഒരാളിനെ അല്ലെങ്കിൽ അയാളുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് പേഴ്സണാലിറ്റി അത് സയൻറ്റിഫിക് ആണോ എന്ന് ചോദ്യത്തിൽ സത്യത്തിൽ വലിയ അർത്ഥമില്ല. കാരണം ഓരോ മനുഷ്യരും ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുന്നു, അതിൽ അയാൾ ആ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ സയൻസിൽ ട്രെയിനിങ് ഉള്ള ഒരാളാണ്. സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണ് റീസൺ ചെയ്യണമെന്ന് ഞാൻ ഫോർമലായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാനത് പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഞാൻ ബോധപൂർവ്വം ഇത് അപ്ലൈ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു കോൺഫിഡൻറ്റ് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമ്മളറിയാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വഴുതിപ്പോവും മറ്റേ ആർഗ്യുമില്ല. അപ്പോൾ ഒരു പ്രത്യേക ഇഷ്യൂവിനെ ഒരാൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് സയൻറ്റിഫിക് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റൂ. അയാൾ ജനറലി സയൻറ്റിഫിക് ആയിട്ടാണോ എന്ന് ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ തീരുമാനമെടുക്കലുകളിൽ ഞാൻ പഠിച്ച സയൻറ്റിഫിക് അപ്രോച്ച് പ്രയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഡിസിഷനാണ്. ഇപ്പോൾ ഞാൻ ചിലപ്പം പ്രയോഗിക്കാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ആ മെത്തേഡ് ഫെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മെത്തേഡിൻ്റെ ഫെയിലിയർ അല്ല, ആ മെത്തേഡ് ഉപയോഗിക്കുന്നതിൽ ഞാൻ ഫെയിൽ ചെയ്യുന്നു. ചിലയിടങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഒരാളല്ല, അതിനകത്തൊരു ആയിരക്കണക്കിന് ആളുകളുടെ എഫേർട്ട് അതിനകത്തുണ്ട്. ഓരോരുത്തരും അതിൻ്റെ ഓരോ സൈഡിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിന് ഈ റോക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് സാങ്കേതിക വിവരങ്ങളുണ്ട് അതിന് പിന്നിൽ. അതറിയുന്ന ഒരാളിന് ഒരു പക്ഷേ അതിനൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ആസ്പെക്റ്റുകളെ കുറിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ ബോധറിയേണ്ട ആവശ്യം തന്നെയില്ല. ചില ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ നമ്മൾ പൊതുവെ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഒരു ഗ്രഹത്തിന് ചുറ്റും പോകുന്ന വസ്തുക്കളെയാണ് നമ്മൾ സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഭൂമിക്ക് നാച്ചുറൽ സാറ്റലൈറ്റ് ഒരെണ്ണമേ ഉള്ളൂ, നമ്മൾ അമ്പിളിമാൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ. അപ്പം ഈ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു ചന്ദ്രന് തുല്യമായ മറ്റു വസ്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫിലോസഫിക്കൽ ആർഗ്യുമെൻ്റ് ആണെന്ന് പറയാം. അങ്ങനെ ആലോചിക്കാതെയും ഭൂമിക്ക് ചുറ്റും ഒരു ഉപഗ്രഹത്തെ പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റി മാത്രം ആലോചിച്ചാൽ മതി, അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു വസ്തുവിനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെയോ മകൻ്റെയോ പഠനത്തിൻ്റെ കാര്യത്തിൽ ഈ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. അദ്ദേഹം അവിടെ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം തേങ്ങ അടിച്ച് പരീക്ഷ ജയിക്കാമെന്ന് വിചാരിക്കാത്ത ആളായിരിക്കും. പക്ഷെ അവിടെ അത് വേറെ തന്നെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിലും അത് പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ റോക്കറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ ശേഷം അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം കൂടി അതിനകത്ത് കടന്നു വരുന്നത്, ഈ ആൾ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന് അദ്ദേഹം കടന്നു പോകുന്ന ഒരു സ്ട്രെസ് ലെവൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പൊതുവെ റോക്കറ്റ് സയൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം ഇറ്റ് ഈസ് റോക്കറ്റ് സയൻസ് എന്ന് പൊതുവിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് ഭയങ്കര സങ്കീർണമായിട്ടുള്ള എന്തോ സബ്ജക്റ്റാണ് എന്ന അർത്ഥത്തിലാണ്. അതായത് റോക്കറ്ററിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചെറുതായിട്ടൊന്ന് അശ്രദ്ധമായിട്ട് നമ്മൾ വിട്ടുപോയാൽ മതി, ചിലപ്പോൾ ഈ മുഴുവൻ പ്രോജക്റ്റും ഫെയിലാവും. അതായത് അതിനകത്ത് ഒരുപക്ഷെ ഒരു 10,000 ഡിഫറൻറ്റ് പാർട്സ് ഉണ്ടെന്ന് കരുതിക്കോളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടെന്ന് നമുക്ക് വളരെ നിസ്സാരം തോന്നുന്ന ഒരു പാർട്ട് ഫെയിലായതിൻ്റെ പേരിൽ ചിലപ്പോൾ ആ റോക്കറ്റ് മൊത്തം കടലിൽ വീണേക്കാം. മൊത്തം ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ബാക്കി 999 എണ്ണവും ശരിയായാൽ പോലും ആ ശരിയായതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മുഴുവൻ ശ്രദ്ധയും നമ്മൾ ഇട്ടേക്കുന്ന എഫർട്ടും ഈ ഒരെണ്ണത്തിലുള്ള ഫെയിലിയർ കൊണ്ട് നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ഈ ചലഞ്ചർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്പേസ് ക്രാഫ്റ്റ് ഡിസാസ്റ്റർ ഉണ്ട്, എല്ലാവരും മരിച്ചുപോയ ഒരു സംഭവമാണത്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു റിങ്ങിന് വന്നൊരു ഡാമേജാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഈ ഒരു സ്ട്രെസ്സ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റീസണിങ്ങിനെ മുഴുവൻ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അതാണ് ഇതൊരു ന്യായീകരണം പോലെയല്ല ഞാൻ പറയുന്നത് അതിനൊരു മനുഷ്യൻ ജീവി എന്ന നിലയിൽ നമ്മൾ ഈ മസ്തിഷ്ക പ്രത്യേകതകൾ പരിഗണിക്കുമ്പോൾ നമ്മൾ ഈ സയൻറ്റിഫിക് അല്ലാതെ ചിന്തിച്ച് പോകുന്നതിൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാൻ, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്രയധികം കാര്യങ്ങൾ നമ്മളുടെ മുകളിൽ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അത് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. പക്ഷേ അത് എവിടെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല, എന്തും സംഭവിക്കാം. അപ്പോൾ എനിക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം, ഞാനൊരു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരാൾ, അവിടെ കയറി പ്രസംഗിക്കാൻ കയറുന്ന ഒരാളിന് അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങാണ് ഇത്തരം ഒരു കാര്യത്തിൽ പ്രോജക്റ്റിലേക്ക് പോകുമ്പോഴുള്ള സ്ട്രെസ്. ആ സ്ട്രെസ്സ് നോർമലാണ്. ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ആ സമയത്ത് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഇത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സക്സസ് ആകും. ആയില്ലെങ്കിലും അത് സ്വാഭാവികമാണ്, അത് കൈകാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെ വളരെ
നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ നിൽക്കുന്ന ഒരാളിന് ഒരു പക്ഷേ എവിടെയെങ്കിലും റോക്കറ്റിൻ്റെ മോഡൽ കൊണ്ട് പൂജിക്കേണ്ട ആവശ്യമൊന്നും വരില്ലായിരിക്കും. പക്ഷേ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. മറിച്ച് അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ അവരവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഇത്തരം മാജിക്കൽ തിങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇതൊരു ഒരാളിൻ്റെ പ്രോപ്പർട്ടി എന്നതിനപ്പുറത്ത് അതൊരു കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടറും കൂടെ അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതായത് ജനറലി എല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള അതീന്ദ്രിയ ശക്തികളിൽ വിശ്വസിക്കുകയും അതിൽ നിന്നും ഗുണവും ദോഷവും ഒക്കെ വരികയും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഇത്രയൊക്കെ ടെൻഡൻസികൾ കൂടെ വരാൻ സാധ്യതയുണ്ട്. നമ്മളത് അൺലേൺ ചെയ്ത് കളയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇത്തരം റീസണിങ് ചെയ്തിരുന്ന ഒരാളാണ്. പിന്നീട് പതിയെ മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ പതിയെ അത് അൺലേൺ ചെയ്ത് കളഞ്ഞാണ്. അപ്പം അങ്ങനെ ആ ഒരു അൺലേണിങ് പ്രോസസ്സ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടേതുപോലെ മതവിശ്വാസവും മറ്റ് അത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസവും നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ അത് സയൻറ്റിസ്റ്റ് ആയാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ഇത്തരം ചിന്താരീതികൾ കടന്നുകൂടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അത്ഭുതമില്ല.